ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. എഴുത്തുകാരുടെ വായന എന്ന് പറയുമ്പോൾ എഴുത്തുകാരെ അവരുടെ ജോലിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് വായനയാണെന്ന് പറയും. ഒരു വായനയുടെ ഒരു ദീർഘിപ്പിക്കലാണ് ഒരുപക്ഷെ എഴുത്ത്, എക്സ്റ്റൻഷൻ എന്ന അർത്ഥത്തിൽ. ഞാൻ എൻ്റെ വായന. ഈ പരമ്പരയിൽ ഇന്ന് വായനാനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ഇ സന്തോഷ് കുമാർ. എൻ്റെ ജീവിതത്തിലെ വായന എന്ന് പറയുമ്പോൾ ഞാനൊരു 4ാം ക്ലാസ്സിലെ തൊട്ട് വായനയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം എൻ്റെ അച്ഛൻ കുറച്ച് എഴുതുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നോവൽ ഇറങ്ങിയ സന്ദർഭം എനിക്ക് ഓർമ്മ. ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കും, 3ലോ 4ലൊക്കെ പഠിക്കുമ്പോൾ. അച്ഛൻ്റെ നോവലിൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ ഉപയോഗിച്ച കഥാപാത്രങ്ങളൊക്കെ ബന്ധുക്കളാണ്, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പരിചിത പ്രദേശങ്ങളാണ്. അപ്പോൾ അത് വായിക്കാനുള്ളൊരു കൗതുകം കൊണ്ട് ഞങ്ങൾ അക്ഷരം കൂട്ടി വായിക്കുന്ന കാലത്ത് തൊട്ട് തന്നെ അത് വായിക്കാറുണ്ടായിരുന്നു. പിന്നീട് വായന കുറച്ചും കൂടി ഒരു സജീവമായിട്ട് ചേരുന്നത് വായനശാലയിലൊരു അംഗത്വം എടുക്കുന്ന സമയത്താണ്. 4ാം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് തൊട്ടടുത്തുള്ളൊരു വായനശാലയിൽ പോയിട്ട് ഒരു അംഗത്വം എടുക്കണം. അംഗത്വം എടുക്കാൻ പോകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, ഡ്രാക്കുള എന്നൊരു നോവലിനെ പറ്റി കേട്ടിട്ടുണ്ട്. അത് വായിക്കണം, ഒരു ഭീതി നിറഞ്ഞ നോവലാണെങ്കിൽ അത് വായിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. അന്ന് ഡ്രാക്കുള വായിക്കാനുള്ളൊരു മാനസിക നിലവാരമോ അതിൻ്റെ ഒന്നും അറിയില്ല. ഈ കത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നോവൽ എഴുതുക, അങ്ങനെയൊക്കെയുള്ള സാമ്പ്രദായികമായിട്ടുള്ള നോവൽ രചനയല്ല ശരിക്കും ഡ്രാക്കുള. എന്നാലും അത് വായിക്കാനായിട്ട് വായനശാലയിൽ പോയി. ഞാനത് പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. വായനശാലയുടെ അന്നത്തെ ലൈബ്രറിയൻ എന്ന് പറയുന്ന ഒരു ഭാസ്കരൻ അമ്മാവൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അദ്ദേഹം ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹത്തിന് ഈ ഡ്രാക്കുള പോലെയുള്ള പുസ്തകങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അടുത്ത തവണ പുസ്തകം എടുക്കുമ്പോൾ ഒരെണ്ണം എടുത്തു തരാം, കുട്ടികൾ ഇതല്ല വായിക്കേണ്ടത്. അദ്ദേഹം എനിക്ക് 2 പുസ്തകങ്ങൾ എടുത്തു തന്നു. ഒന്ന് രാജുവും ലീലയും ഡോക്ടറും, ഒന്ന് മുത്തശ്ശി പറയാത്ത കഥ. അത് എഴുതിയിട്ടുള്ള കെ തായാട്ടാണ്. മറ്റേ രാജു ലീലയും ഡോക്ടർ ആരെഴുതിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത് രണ്ടും ഏതാണ്ടൊരു യുക്തിവാദ സ്വഭാവമുള്ള പുസ്തകങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ അത് വായിക്കുകയാണെങ്കിൽ മിക്കവാറും ആരും തന്നെ എഴുത്തുകാരായിട്ട് മാറില്ല, യുക്തിവാദികളും ഒക്കെ ആയിട്ട് മാറാൻ. അതിനുവേണ്ടിയാണ് അദ്ദേഹം തന്നത്. കുട്ടികളിൽ യുക്തിബോധം ഉറപ്പിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഭാസ്കരൻ അമ്മാവൻ്റെ ആഗ്രഹമായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അത് വായിച്ചു. പിന്നെ അതിനുശേഷം പിൽക്കാലത്ത് ഡ്രാക്കുള വായിച്ചു. അപ്പോൾ വായനശാലയുടെ ഒരു വായനശാലയുമായിട്ടുള്ള ഒരു സാമീപ്യവും പരിചയവും ഉണ്ടായിരുന്നു. ഇതാണ് എന്നെ വായനയിലേക്ക് നയിച്ചത്. പിന്നെ അച്ഛൻ കുറച്ചൊക്കെ പുസ്തകം, അന്ന് ഇത്രയധികം പുസ്തകം വാങ്ങാവുന്ന സാമ്പത്തിക ശേഷിയുള്ള ജീവിതമൊന്നും എല്ലാവർക്കും. അപ്പോൾ അവർ ഇടയ്ക്കൊക്കെ ഓരോ പുസ്തകങ്ങൾ വാങ്ങും, പിന്നെ വായനശാലകളിൽ പോയി പുസ്തകം എടുക്കും. പിന്നീട് ഭാസ്കരമാവൻ ലൈബ്രറിയിൽ മാറി വേറൊരാൾ വന്നു. അദ്ദേഹത്തിനൊരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലം മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ സ്ഥിരം അവിടെ വരുന്ന ആളായതുകൊണ്ട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ അവിടെ ഒരു പകരക്കാരൻ ലൈബ്രറിയനായിട്ട് വെക്കേണ്ടായി. അപ്പോൾ ചെറിയൊരു വായനശാലയാണെങ്കിൽ ഒരുപാട് 2000 പുസ്തകമൊക്കെ അന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള പുസ്തകങ്ങളുടെയൊക്കെ പേരൊക്കെ മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം കിട്ടി. വലിയ പുസ്തകങ്ങൾ കാണും, അതിൻ്റെ പേരൊക്കെ വായിച്ചു ആരാണ് രചയിതാവെന്നൊക്കെ അറിയെങ്കിൽ അത് വായിക്കാനുള്ളൊരു ശേഷിയൊന്നും അന്ന് വന്നിട്ടില്ല. അന്ന് എളുപ്പത്തിൽ വായിക്കാൻ സാധ്യതയുള്ള നാടകങ്ങളാണെങ്കിൽ സംഭാഷണങ്ങളിലൂടെ കഥ പറയാം. അപ്പോൾ തിക്കോടിയൻ, കെട്ടി മുഹമ്മദ്, ചെറുകാട്, ഇവരുടെയൊക്കെ നാടകങ്ങൾ തന്നെ എൻ്റെ ഓർമ്മയിൽ. ഞങ്ങളുടെ നാട്ടുകാരന് CL ജോസ് ഉണ്ട്. അപ്പോൾ വിവരണങ്ങളൊന്നും വേണ്ട, സംഭാഷണങ്ങൾ മാത്രം മതി. അപ്പോൾ എളുപ്പത്തിലത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അന്ന് കാലത്ത് കുറേ നാടകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് വായിക്കാൻ ശ്രമിച്ചത് ബഷീറിൻ്റെ നോവലുകൾ. അതിനുള്ളൊരു ഗുണം എന്താ വെച്ചാൽ എല്ലാം ചെറിയ പുസ്തകങ്ങൾ, ഒരു 60 പേജ് 70 പേജ് നല്ല തമാശയൊക്കെയുള്ള പുസ്തകങ്ങളായിരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമുള്ള, അത് വായിക്കുകയും കുട്ടികളൊക്കെ വളരെ സന്തോഷിച്ചിരുന്ന കാര്യം ഓർമ്മയുണ്ട്. ആനവാരിയും പൊൻകുരിശും ഒക്കെ വായിക്കുമ്പോൾ അതൊക്കെ വലിയ രീതിയിൽ നമ്മുടെ ഭാഷയെയും അതുപോലെ നമ്മുടെ സാഹിത്യരചനയൊക്കെ അന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വായന അത് പതുക്കെ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ തരത്തിലെ വായനകളായിരിക്കുമല്ലോ. അത് തന്നെയല്ല, അന്ന് വായിച്ച പുസ്തകങ്ങൾ ഇന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പിന്നീട് ചെന്ന് വായിക്കും, പുനഃസന്ദർശിക്കുമ്പോഴാണ് അന്ന് വായിച്ച പുസ്തകങ്ങളേ അല്ലായിരുന്നു അത് പുതിയ രീതിയിലുള്ള ചില അർത്ഥങ്ങളും മാനങ്ങളുള്ള പുസ്തകങ്ങളാണ് നമുക്ക് മനസ്സിലാവുക. അതിനെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ഈ ഒരുപാട് വർഷങ്ങൾ നീണ്ട ഒരു ജീവിതം കടന്നുപോയിട്ട് അതേ മനുഷ്യരായിട്ടല്ല നമ്മൾ ആ പുസ്തകം വായിക്കുന്നത്. ചില പുസ്തകങ്ങൾ വായിക്കാൻ അത്തരം സമയങ്ങളും സന്ദർഭങ്ങളും ആവശ്യമുണ്ട്. ഒരു തുടക്കത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു 20 വയസ്സിൽ വായിച്ച ആരോഗ്യനികേതനമല്ല 50 വയസ്സ് കഴിഞ്ഞ് വായിക്കുന്ന ആരോഗ്യനികേതനം. അതിന് വലിയ മാറ്റം
മാറ്റങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ചില രചനകളെങ്കിലും വലിയ രീതിയിൽ വലിയ കാലയളവിന് ശേഷം പുനഃസന്ദർശിക്കണം എന്നുള്ള, അതാണ് അവയെ ക്ലാസിക്കിൻ്റെ ഗുണം. ക്ലാസിക്കുകൾ വീണ്ടും വീണ്ടും വായിക്കണമെന്ന് പറയും. പലരും ക്ലാസിക്കുകൾ വായിക്കുകയില്ല എങ്കിലും അത് വായിച്ചു വീണ്ടും വീണ്ടും വായിച്ചു എന്ന് പറയുകയാണ് ചെയ്യുക, അങ്ങനെയും പറയാറുണ്ട്. എങ്കിലും ചില പുസ്തകങ്ങളെങ്കിലും നമ്മളൊരു 50 വയസ്സിന് ശേഷം വീണ്ടും വായിക്കാൻ, കഴിഞ്ഞ കൊല്ലം സുന്ദരികളും സുന്ദരന്മാരും വായിക്കാനൊക്കെയുള്ളൊരു വീണ്ടും വായിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു തരം വായനയുണ്ട്. പിന്നീട് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്താണ് ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് തുടങ്ങിയത്. അന്ന് നമുക്ക് അത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. പതുക്കെ പതുക്കെ വായിച്ച് അങ്ങനെ ഒരു ലോക സാഹിത്യത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യം കിട്ടി. അപ്പോൾ അന്ന് കാലത്ത് ഞങ്ങൾ 90കളിൽ ഡിഗ്രി 89-90ലാണ് ഡിഗ്രി കഴിയുന്നത്. ആ സമയത്ത് തന്നെ എനിക്ക് ഭാഗ്യത്തിന് ജോലിയും കിട്ടി. അപ്പോൾ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ലഭിച്ചു. അപ്പോൾ ഞാൻ അന്ന് ചെയ്തിരുന്ന ഒരു കാര്യം, അന്ന് ഇഷ്ടപ്പെടുന്ന ഗ്രന്ഥകർത്താക്കളുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ്, അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക, പിന്നീട് വായിക്കുക. പിന്നെ അക്കാലത്ത് വായിച്ചിരുന്നത് കുന്തേര, കാൽവിനോ, അങ്ങനെയുള്ള എഴുത്തുകാരെയൊക്കെ നമ്മൾ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വായിക്കുക എന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ വായിക്കും. പിന്നീട് ഓർഹാൻ പാമുക്ക് വന്നിട്ടുണ്ട്, കാഷിയോ ഷിഗറോ, അങ്ങനെ പല എഴുത്തുകാരെയും സ്ഥിരം വായിക്കുകയും അത് പിൽക്കാലത്ത് നമ്മുടെ എഴുത്ത് ജീവിതത്തെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും എഴുത്തിൻ്റെ ഒപ്പം വായന കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എഴുത്ത് നടക്കുമ്പോഴും അല്ലെങ്കിൽ എഴുത്തിൽ നിന്ന്, ഈ വായനയിൽ നിന്ന് ഉദ്ദീപിക്കപ്പെട്ടിട്ടാണ് നമ്മൾ എഴുത്തിലേക്ക് മുന്നേറുന്നത്. വായനയെ ഒഴിവാക്കിക്കൊണ്ട് എഴുത്ത് നടന്നു പോകുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയ കാലത്തെ പറ്റിയും പുതിയ രചനാരീതികളെ പറ്റിയും മനസ്സിലാക്കും. തന്നെയല്ല, നമ്മളൊരു നല്ല പുസ്തകം വായിക്കുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വെച്ച് പുതിയൊരു രചനയിലേക്ക് നമുക്ക് ഒരു ഊന്നൽ കിട്ടും. അങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രായം, ഒരു മധ്യവയസ്സൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ചില രചനകളുമായി ബന്ധപ്പെട്ട വായനകളാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക. അപ്പോൾ അതിനാവശ്യമുള്ള പുസ്തകങ്ങൾ, അത് ചിലപ്പോൾ മിക്കവാറും ഫിക്ഷൻ ആവണമെന്നില്ല, നോൺ ഫിക്ഷൻ ആയിരിക്കും, അതിനോട് ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങളായിരിക്കാം, ഒട്ടും ആളുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില രചനകൾ. ഞാനിപ്പോൾ ഏറ്റവും സമീപകാലത്ത് ഇറങ്ങിയ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിൽ 3 വിഷയങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ വിഷയം ഒരാളുടെ പാപബോധമാണ്. അത് സാധാരണ രീതിയിലുള്ള ഒരു എഴുത്തുകാരൻ്റെ വിഷയമാണ്. അത് അയാളുടെ വായനയിലൂടെയും അല്ലെങ്കിൽ ജീവിത സന്ദർഭങ്ങളിലൂടെയും ഒരാൾക്കത് എഴുതാൻ സാധിക്കും, മറ്റ് റിസർച്ചും ഗവേഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ. രണ്ടാമത്തെ അതിലൊരു തീം അഭയാർത്ഥി പ്രശ്നമാണ്. തീർച്ചയായിട്ടും അഭയാർത്ഥി പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് വായിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പല ക്യാമ്പുകളിലൊക്കെ പോയി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. മൂന്നാമത്തെ അതിൽ വരുന്നത് ഗൂഢലിപികളാണ്. വായിക്കപ്പെടാതെ പോയ ചില സാംസ്കാരിക സന്ദർഭങ്ങൾ, ഇപ്പോൾ ഒരു നാഗരികതകൾ, സൈന്ധവ ലിപികൾ, ഇതിനെപ്പറ്റിയൊക്കെ ഇനിയും വായിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ലിപികളെ പറ്റിയിട്ടുള്ള പഠനം, അതുപോലെ തന്നെ കോഡ് വാക്കുകളെ പറ്റിയുള്ള നിഗൂഢ ലിപി ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രം ഇതിലുണ്ട്. അതിനുവേണ്ടി ഞാൻ ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ, ഇപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ, അത് പലതും തുടക്ക പുസ്തകങ്ങളാവാൻ, ചിലത് ഇർഫാൻ ഹബീബിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ, റോമില ഥാപ്പർ അതിൽ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ, അങ്ങനെ ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങളും ഭാഗങ്ങളും ഇങ്ങനെ നിരന്തരം വായിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ അതിനൊരു സെക്ഷൻ തന്നെയുണ്ട്. ഈ സെക്ഷനിൽ പോയി അത് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോഡുകളെ പറ്റിയിട്ടുള്ള ഒരു രാമൺ സിംഗ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് നോവലിസ്റ്റ് പ്രവീൺ ചന്ദനാണത്, അദ്ദേഹം തരികയുണ്ടായി. അപ്പോൾ അതൊക്കെ നമ്മൾ തീരെ സാധാരണ രീതിയിൽ ഒരു നോവലിസ്റ്റോ ഒരു സാധാരണ മനുഷ്യർക്ക്, നമുക്ക് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഒട്ടും കൗതുകമില്ലാത്ത ചില മേഖലകളാണ്. അത് വായിക്കേണ്ടി വരുന്നത് ഈ നോവലെഴുത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. തികച്ചും ഭിന്നമായിട്ടുള്ള ചില രചനകൾ നമ്മൾ വായിക്കേണ്ടി വരും, ചരിത്ര പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും ഒട്ടും. അപ്പോൾ എഴുത്തുകാരനെ പ്രത്യേകിച്ച് ഒരു ഫിക്ഷൻ റൈറ്റർക്ക് ഒന്നും അന്യമായിട്ടുള്ള വിഷയങ്ങളല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആവുന്നത്ര വായിക്കുകയും വളരെ ബ്രോഡായിട്ട് വായിച്ച് വരുന്നൊരു നമ്മളൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുക. പിന്നീട് അത് കാലക്രമേണ പതുക്കെ നമ്മുടെ ശ്രദ്ധ ഊന്നാവുന്ന തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ തന്നെ നമ്മുടേതായിട്ടുള്ള കൗതുകത്തിനും താല്പര്യത്തിനും വേണ്ടി ചില രചനകളും വായിക്കാറുണ്ട്. അത് മിക്കവാറും ഫിക്ഷൻ വായിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്.
കഥകൾ അല്ലെങ്കിൽ നോവലൊക്കെ. കഴിഞ്ഞ വർഷം ഞാൻ ശ്രദ്ധയായിട്ട് വായിച്ച ചില പുസ്തകങ്ങൾ, ബുക്കർ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു കൈറോസ് എന്നുള്ള പുസ്തകം വായിച്ചു. ചെറിയ ഒരു 10-200 പേജ് മാത്രമുള്ളൊരു ജർമ്മൻ പുസ്തകമാണത്. പിന്നെ അതുകൂടാതെ തന്നെ സാൽവദോർ അർമാഡോ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ പേര് ബൈ ദ റിവർ സൈഡ് എന്ന് പറഞ്ഞ പേര് വായിക്കേണ്ടായി. മലയാളത്തിൽ ഞാൻ പട്ടുനൂൽപ്പുഴു ഹരീഷിൻ്റെ പുസ്തകം വായിച്ചു. ആത്രേയകം, ദേഹം, അതുപോലെ തന്നെ ഷാജികുമാറിൻ്റെ മരണവംശം, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ടായി. നോൺ ഫിക്ഷനായാലും ഒരുപാട് നല്ല രചനകൾ മലയാളത്തിൽ ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഈ മഹ്മൂദ് കൂരിയയുടെ ഒരു പുസ്തകം വന്നിരുന്നു. അതുപോലെ തന്നെ വിനിൽ പോളിൻ്റെ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വായന ഒരു നമ്മുടെ ജീവിതത്തിലൊരു ഭാഗം പോലെ ഇങ്ങനെ തുടർന്നു പോകുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട പല പദ്ധതികളും പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ആശിച്ചത്ര വായിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഖേദം കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്. ഞാൻ എൻ്റെ വായന. ഈ പരമ്പരയിൽ വായനാനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവെച്ച് ഇതുവരെ സംസാരിച്ചത് എഴുത്തുകാരനായ ഇ സന്തോഷ് കുമാർ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.